ഹായ് ഓൾ, വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. അടുത്ത മാസം 14-ാം തീയതിയാണ് ISL ആരംഭിക്കുക. ആദ്യ മത്സരം കേരള ബ്ലാസ്റ്റേഴ്സും മോഹൻ ബഗാനും തമ്മിലാണ്. കൊൽക്കത്തയിൽ വെച്ചുകൊണ്ടാണ് ഈ മത്സരം നടക്കുക. ഇതുവരെ FSDL ആയിരുന്നു ISL നടത്തിയിരുന്നത്. കഴിഞ്ഞ 15 വർഷക്കാലം FSDL ആയിരുന്നു ഇതിൻ്റെ നടത്തിപ്പുകാർ. എന്നാൽ ഇത്തവണ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷൻ നേരിട്ടുകൊണ്ടാണ് ISL നടത്തുന്നത്. ഇതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനം ISLന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇതുവരെ നടത്തിയിട്ടില്ലായിരുന്നു. ഏറ്റവും ഒടുവിൽ ISLന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ സൂപ്പർ കപ്പിന്റെ അപ്ഡേഷൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ ഇന്ന് ഒഫീഷ്യലായിക്കൊണ്ട് ISL പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അതായത് ISL ഫെബ്രുവരി 14-ാം തീയതി ആരംഭിക്കും എന്നുള്ള കാര്യം ഒഫീഷ്യലായിക്കൊണ്ട് ഇന്നാണ് ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ ഇപ്പോൾ പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതിനർത്ഥം ISLുമായി ബന്ധപ്പെട്ട എല്ലാ അസറ്റുകളും FSDL ഇപ്പോൾ ഓൾ ഇന്ത്യ ഫുട്ബോൾ ഫെഡറേഷന് കൈമാറി എന്നുള്ളതാണ്. എല്ലാ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളും FSDL ഇപ്പോൾ ഫെഡറേഷന് കൈമാറിയിട്ടുണ്ട്. ഇതുവരെ FSDLന്റെ ഒരു കൺട്രോളിലായിരുന്നു ഉണ്ടായിരുന്നത്. കൈമാറി എന്ന കാര്യം ദില്ലീസ് ആണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല, ഇന്ത്യൻ സൂപ്പർ ലീഗിന്റെ ലോഗോയിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചിട്ടുണ്ട്. മാറ്റം എന്ന് പറയാനാവില്ല, എന്നിരുന്നാൽ പോലും റിലയൻസ് സ്റ്റാർ എന്ന് ആ ഒരു ലോഗോയുടെ താഴെ എഴുതിയിരുന്നു. അതിപ്പോൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അതായത് റിലയൻസിന്റെ ഉടമസ്ഥതയിൽ നിന്നും ഇന്ത്യൻ സൂപ്പർ ലീഗ് ഇപ്പോൾ മാറിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ലോഗോയിൽ നിന്നും റിലയൻസിന്റെ പേര് ഇപ്പോൾ മായ്ച്ചു കളഞ്ഞിട്ടുണ്ട്. അത്തരത്തിലുള്ള ഒരു ചെറിയ മാറ്റമാണ് ഇപ്പോൾ ലോഗോയുടെ കാര്യത്തിൽ സംഭവിച്ചിട്ടുള്ളത്. അതില്ലാത്ത ഒരു ലോഗോയാണ് നമുക്കിപ്പോൾ പുതിയ പോസ്റ്റുകളിലൊക്കെ കാണാൻ സാധിക്കുക. ഏതായാലും ISLന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അവസാനിക്കുകയാണ്. ആരാധകരെ സംബന്ധിച്ചിടത്തോളം പഴയ ആവേശമൊന്നും ഇത്തവണത്തെ ISLന് ഇല്ല. കാരണം ഒരുപാട് വിദേശ താരങ്ങൾ ഇപ്പോൾ ക്ലബ്ബ് വിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ ആവേശം കുറക്കുന്ന ഒന്നാണ്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.